യുദ്ധം എന്നുകൊണ്ട് അവസാനിക്കും, എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാനും ഇറാന് കഴിയും? ഇതാണിപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. നമ്മളെല്ലാം ആശങ്കപ്പെടുന്നു യുദ്ധം നീളുമ്പോൾ. കാരണം മനുഷ്യർ മരിച്ചു വീഴുന്നു. അത് ഇറാൻകാരനായാലും അമേരിക്കനായാലും ആരായാലും മനുഷ്യരാണ് മരിച്ചു വീഴുന്നത്. അതുപോലെ തന്നെ സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും തകർന്നു വീഴുന്നു. എത്രയോ അധ്വാനത്തിലൂടെ കെട്ടിപ്പൊക്കിയതാണ് അവയെല്ലാം. പിന്നെ മനുഷ്യ സംസ്കാരം തകർന്നു വീഴുന്നു. പിന്നെ സംസ്കാരത്തിന് ക്ഷതമുണ്ടാവുന്നു. ഈ ഇറാനും ഇറാഖും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് മനുഷ്യരാശിയുടെ തുടക്കകാലം. ആ കാലത്ത് നിന്നാണ് നമ്മളൊക്കെ ഇന്നത്തെ കാലത്തിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ അവിടെയൊക്കെയുള്ള ആ സാംസ്കാരിക പാരമ്പര്യങ്ങളൊക്കെ പലതും നഷ്ടപ്പെട്ടു പോകുന്നു ഇങ്ങനെയുള്ള ആക്രമണങ്ങളിലൊക്കെ. അപ്പോൾ എല്ലാം കൊണ്ടും വിനാശകരമായൊരു യുദ്ധം. ഇത് അവസാനിക്കാനായിട്ട് ഇതെങ്ങനെ അവസാനിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ 1-2 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഈ ഇറാനിലെ ആയത്തുള്ള ഖമേനി അങ്ങേര് വളരെ ഈവിളായിരുന്നു, സാത്താനായിരുന്നു എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണശേഷം അടുത്ത തരത്തിലുള്ള ആളുകൾ, അപ്പോൾ അവരിൽ ചിലരെ ഭരണം ഏൽപ്പിക്കത്തക്ക രീതിയിൽ, അവർ ഭരണം ഏറ്റെടുക്കത്തക്ക രീതിയിൽ മുന്നോട്ട് വരും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അവരും ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. അതിനു പുറമെ 2ാമത്തെയും 3ാമത്തെയും തട്ടിലുള്ള ആളുകളെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇനി ആരാണ് ഈ ഭരണം ഏറ്റെടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ ജനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് നിർത്താൻ കഴിയുക എന്നുള്ളതിനെപ്പറ്റി അമേരിക്കയ്ക്കും അത്ര ഉറപ്പില്ല എന്നുള്ളതാണ് വ്യക്തമായ കാര്യം. അതിൽ പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യം മാത്രം വളരെ ശ്രദ്ധേയമായി തോന്നി. ഇനി നമ്മൾ ഒരാളെ ഏൽപ്പിച്ച് അയാൾ 3, 4 അല്ലെ 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പം അയാൾ നേരെ പാരയായി തീർന്നത് ഇതിനേക്കാൾ വർഷമായി തീർന്നാൽ അത് വളരെ കഷ്ടമല്ലേ? അതുകൊണ്ട് ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. വളരെ നല്ലൊരു കാര്യം. അഫ്ഗാനിൽ നമ്മളത് കണ്ടതാണ്. 20 വർഷം അഫ്ഗാന് ആക്രമിച്ചു, കീഴടക്കി. 20 വർഷം അമേരിക്കൻ സൈന്യം അവിടെ തമ്പടിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? താലിബാൻ പിന്നെയും തിരിച്ചു വന്നു. അന്നേരമാണ് നമ്മുടെ നാട്ടിലെ പത്രമൊക്കെ എഴുതിയ വിസ്മയമാണ് താലിബാൻ. ആ വിസ്മയം തിരിച്ചു വന്നു. ഇപ്പോൾ ആ വിസ്മയം പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ അടിപതറിക്കൊണ്ടിരിക്കുന്നു. ആകപ്പാടെ അവർക്കിപ്പം കൂട്ടുകിട്ടിയിരിക്കുന്ന ഇന്ത്യക്കാരെയാണ്. അത് ഇന്ത്യയുടെ കൂട്ടുകിട്ടിയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നുള്ള ആ തത്വം അനുസരിച്ച് ഈ മഹാദ്രോഹികൾ താലിബാൻകാർ അവരുമായിട്ട് ഇന്ത്യ കൂട്ടുകൂടിയിരിക്കുന്നു. അപ്പം ഈ അഫ്ഗാനും പാകിസ്ഥാനും ഇതൊന്നും അന്യരാഷ്ട്രങ്ങളല്ല. വാസ്തവം പറഞ്ഞാൽ ഒരു കാലത്ത് ഇതെല്ലാം ചേർന്നതായിരുന്നു ഇന്ത്യ. അപ്പം ഇതൊക്കെ നമ്മുടെ സഹോദരനും നമ്മുടെ കസിൻസും ഒക്കെയാണ് ഇവരൊക്കെ യുദ്ധത്തിനും ഒക്കെ നമ്മളോട് വരുന്നതും ഒക്കെ ഖേദകരം തന്നെ. വളരെ ദുഃഖകരമായ കാര്യം. കാലങ്ങൾ മാറുമ്പോൾ മനുഷ്യരുടെ വിരോധവും ശത്രുതയും അതും മതത്തിൻ്റെ പേരിലുള്ള വൈരാഗ്യവും ഒക്കെ ഉണ്ടാകുന്നത് ഏറ്റവും ഖേദകരമായ കാര്യം. അപ്പോൾ ഇറാൻ യുദ്ധം, ഈ ഇറാൻ 8 രാജ്യങ്ങളെയാണ് ഈ അമേരിക്ക അടക്കം അമേരിക്കയുടെ താല്പര്യങ്ങളുള്ള 8 രാജ്യങ്ങളെയാണ് ആക്രമിച്ചത്, അയൽവക്കത്തെ രാജ്യങ്ങളെയെല്ലാം. അപ്പം അങ്ങനെ അയൽവക്കത്തെ രാജ്യങ്ങളെയെല്ലാം ആക്രമിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന് മുന്നേറാൻ പറ്റുമോ? അപ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ ആ 2ാം നിരയിലുള്ള ആളുകൾ ആ വൈരാഗ്യം തീർക്കാനാണ് ശ്രമിച്ചത്. അതിന് പകരം അവരൊരു സുബോധത്തോടെ ഒരു ഒത്തുതീർപ്പിന് അല്ലെ ഒരു മാറ്റത്തിന് ശ്രമിക്കുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു ദോഷം? വാസം പറഞ്ഞാൽ ആ രാജ്യത്തിന് ഗുണം, ലോകത്തിന് മൊത്തം ഗുണം. മനുഷ്യരെ കൊല്ലപ്പെടുന്നതിന് ഒരവസാനം ഉണ്ടാകുമായിരുന്നു. കാരണം ഇവരുടെ ചില പിടിവാശികൾ ഇപ്പം ഈ ആണവായുധങ്ങൾ, ആണവ പരീക്ഷണം ഇതൊന്നും വേണ്ട എന്ന് വെക്കാൻ ഇറാൻ എന്താണ് ബുദ്ധിമുട്ടിരിക്കുന്നത്? ഇറാനെപ്പോലെ ഒരു രാജ്യത്തിന് അതില്ലാത്തതുകൊണ്ട് എന്താണ് കുഴപ്പം വരാൻ പോകുന്നത്? അല്ലെ ബാലിസ്റ്റിക് മിസൈൽ ഇവരാരെയാണ് ലക്ഷ്യമിടുന്നത്? അപ്പം ഇസ്രായേലിനെ ലക്ഷ്യമിടുന്നു നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇസ്രായേലിന് ജീവിക്കാൻ തന്നെ അവകാശമില്ല എന്നുള്ള ആ നിലപാടും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് അവരുടെയും ജീവൽ പ്രശ്നമായിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കടുംപിടുത്തം, മതത്തിൻ്റെ പേരിലുള്ള ആ കടുംപിടുത്തം ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വേണം. ആ മതത്തിൻ്റെ പേരിലുള്ള കടുംപിടുത്തം അത് ഇസ്രായേലിനാണേലും മറ്റു രാജ്യങ്ങൾക്കാണേലും ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. മനുഷ്യരാശി ഒരുപാട് പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായൊരു കാര്യം. അപ്പോൾ ഈ യുദ്ധരംഗത്ത് ഇപ്പോൾ പല എംബസികളെയൊക്കെ ആക്രമിക്കാനായിട്ട്, അമേരിക്കൻ എംബസികളെയൊക്കെ, സൗദിയിലെ എംബസിയെ വരെ ആക്രമിക്കാനായിട്ട് ഇറാന് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴും അവർക്ക് ശക്തിയുണ്ട്. അപ്പോൾ ഞാനവർക്ക് ഈ ആദ്യമേ തന്നെ ഇസ്രായേലും അമേരിക്കയും കൂടി അവരെ അടിച്ച് ശരിപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ അവർക്കിതിൽ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാനായിട്ട് കഴിയുമായിരുന്നു. ഇതിൽ കൂടുതൽ കൃത്യമായിട്ട് ആക്രമണം നടത്താനുള്ള കഴിവ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് ആദ്യം തന്നെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഒരു പരുവത്തിലാക്കിയിരുന്നു എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. എന്നിട്ട് കൂടി അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതലുള്ള ശക്തി അവർക്കുണ്ട് എന്ന് ഇപ്പം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇത്രയും പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതും. അപ്പോൾ ആ ജനകീയ രോഷം ഈ ജനങ്ങളുടെ രോഷമാണ് പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളുടെ രോഷം ഈ ആയത്തുള്ളയ്ക്ക് എതിരായിരുന്നു ഒരു സമയത്ത്. ഇപ്പോൾ അനുകൂലമായിട്ട് ഉണ്ടോ എന്നറിഞ്ഞുകൂടാ. എങ്ങനെയായിരുന്നാലും
ആ ജനങ്ങൾ സമാധാനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് മിക്കവാറും എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ചുറ്റുപാടുണ്ടാക്കുക, അതിന് ആ ജനങ്ങളെ നേർവഴിക്ക് കൊണ്ടുപോവുക, ഇതിനൊക്കെ കഴിയുന്ന ഒരു നേതാവാണിപ്പം രംഗത്ത് വരേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതാരാണെന്ന് വ്യക്തമല്ല, ആരും രംഗത്ത് വരുന്നുമില്ല. അപ്പോൾ അമേരിക്കയും അക്കാര്യത്തിൽ സന്ദേഹത്തിൽപ്പെട്ടിരിക്കുന്നു. അതാണിപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും യുദ്ധം ഇതിന് പടയുള്ളത് ഈ വിമാന സർവീസൊക്കെ ഭാഗികമായിട്ട് പുനരാരംഭിച്ചു എന്ന് പറയുന്നു. പക്ഷേ അതൊക്കെ പോലും എത്ര കണ്ട് റിസ്ക്കിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എത്ര നാൾ അത് ഈ രീതിയിൽ പോകുമെന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്താണ് ഏതെങ്കിലും രാജ്യതന്ത്രജ്ഞർ, സ്റ്റേറ്റ്സ്മാൻ രംഗത്ത് വരേണ്ടത്. അതായത് ഇറാനിൽ നിന്ന് തന്നെ കാര്യപ്പെട്ട ആരെങ്കിലുമൊക്കെ രംഗത്ത് വരേണ്ടത്. ഇപ്പം മുൻ രാജാവിൻ്റെ മക്കളൊക്കെ കൂടെ ഇങ്ങനെ വട്ടമിട്ട് നടക്കുന്നുണ്ട്. അവരെയൊന്നും അടുപ്പിക്കുക പോലും ചെയ്തത്. രാജാവിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു, രാജവംശത്തിൻ്റെയൊക്കെ കാലം. നേപ്പാളിലും അത് നമ്മൾ കാണുന്നുണ്ട്. പഴയ രാജാവൊക്കെ ഒന്ന് റാഗിപ്പറന്ന് നടക്കുന്നുണ്ട് തിരിച്ചു വരാനായിട്ട്. അവരുടെയൊക്കെ കാലം കഴിഞ്ഞു പോയതാണ്, അതൊരു കാലമായിരുന്നു. അപ്പോൾ ഈ ഇനിയത്തുള്ള കാലം ജനങ്ങളും ജനകീയ തീരുമാനങ്ങളും അതാണ് ഉണ്ടാവേണ്ടതിരിക്കുന്നത്. പക്ഷേ പഴയതിനേക്കാൾ വഷളായ ഒരു സംവിധാനമാണ് വരുന്നതെങ്കിൽ അതും ഖേദകരം തന്നെ. അപ്പോൾ അത് അമേരിക്ക ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. അഫ്ഗാനിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്.